അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്ന പോലെ തോന്നി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം പുറത്തു പോയി മഴയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാം. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ മഴയൊക്കെ പെയ്യല് നിന്നു. മഴ ഞങ്ങളെ ചതിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വെറുതെ പുറത്തൊക്കെ നോക്കി നിന്ന് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ മഴ പെയ്തു. ചെറിയ മഴ കണ്ടാലും ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് മാഗി ഉണ്ടാക്കുക എന്നുള്ളത്. മെയിനായിട്ട് മാഗി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുറത്തുപോയി മഴ കാണാൻ നിന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് മാഗി ഉണ്ടാക്കി. ഇപ്പൊ മാഗി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുട്ടയൊക്കെ ഇട്ടിട്ടാണ് മാഗി ഉണ്ടാക്കാറ്. വീട്ടിൽ നിന്ന് ഒരു ലോഡ് മുട്ട നിർബന്ധിച്ച് തന്നുവിടാറുണ്ട്. അപ്പം ഞാൻ വേണ്ടാന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ഇത് നല്ലോണം ഉപകാരപ്പെടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് മാഗിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരുത്തിക്ക് അവൾക്ക് മംഗലാപുരത്ത് തണുപ്പ് പിടിക്കുന്നില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും അവള് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ രാത്രിത്തെ ഫുഡ് കഞ്ഞിയാക്കാന്ന്. പിന്നെ താഴെ പോയി വാർഡനോട് പറഞ്ഞ ചോറൊക്കെ എടുത്തോണ്ട് വന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിച്ച് അതിനകത്തേക്ക് അച്ചാറൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു. വീട്ടിൽ നിന്ന് മീനച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ മാങ്ങ അച്ചാറാണ് ഇഷ്ടം. അതിന്റെ കൂടെ ഫ്രണ്ടിന്റെ വെളുത്തുള്ളി അച്ചാറും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.